بسم الله الرحمن الرحيم. لقد رضي الله عن المؤمنين إذ يبايعونك تحت الشجرة فعلم ما في قلوبهم فأنزل السكينة عليهم وأثابهم فتحا قريبا ومغانم كثيرة يأخذونها وكان الله عزيزا حكيما. وعدكم الله مغانم كثيرة تأخذونها فعجل لكم هذه وكف أيدي الناس عنكم ولتكون آية للمؤمنين ويهديكم صراطا مستقيما. وأخرى لم تقدروا عليها قد أحاط الله بها وكان الله على كل شيء قديرا. السلام عليكم ورحمة الله وبركاته. ഖുർആൻ പദം 1794 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 48-ാമത്തെ അധ്യായമായ സൂറത്തുൽ ഫത്ഹിലെ 18 മുതൽ 21 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലഖദ് റളിയല്ലാഹു അനിൽ മുഅ്മിനീന ഇദ് യുബായിഊനക തഹ്ത അശ്ശജറ ഫഅലിമ മാ ഫീ ഖുലൂബിഹിം فأنزل السكينة عليهم وأثابهم فتحا قريبا ومغانم كثيرة يأخذونها وكان الله عزيزا حكيما. وعدكم الله مغانم كثيرة تأخذونها فعجل لكم هذه وكف أيدي الناس عنكم ولتكون آية للمؤمنين ويهديكم صراطا مستقيما. وأخرى لم تقدروا عليها قد أحاط الله بها وكان الله على كل شيء قديرا. صدق الله العظيم. സൂറത്തുൽ ഫത്ഹിലെ 18 മുതൽ 21 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. ഹുദൈബിയയിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വളരെ സന്നിഗ്ധമായ ഒരു ഘട്ടത്തിൽ അനുസരണത്തിനും വിധേയത്വത്തിനും സ്ഥൈര്യം കാണിച്ചുകൊണ്ട് കൂടെ നിലകൊള്ളും എന്ന കാര്യം വെളിപ്പെടുത്തുന്നതിനുമായിട്ട് അദ്ദേഹത്തോടൊപ്പം യാത്ര പുറപ്പെട്ടിരുന്ന 1400 അനുയായികളുടെ ആ സംഘം ബൈഅത്ത് ചെയ്ത ഒരു സംഭവം നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ടായി. ബൈഅത്ത് റിദ്വാൻ എന്ന വിധത്തിലാണ് അത് ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. തൃപ്തി രേഖപ്പെടുത്തപ്പെടുന്നതിന് കാരണമായ പ്രതിജ്ഞ എന്ന് അതിനെ ഭാഷാപരമായി മനസ്സിലാക്കാം. അള്ളാഹു തൃപ്തി അറിയിച്ച ഒരു ബൈഅത്താണത്. അള്ളാഹു ആ കാര്യത്തില് വിശ്വാസികളുടെ ആ നടപടിയിൽ, ആ നിലപാടിൽ താൻ സംപ്രീതനാണ്, പൂർണ്ണമായും തൃപ്തനാണ് എന്ന കാര്യം വെളിപ്പെടുത്തുന്ന ആയത്താണ് നമ്മൾ ഇന്ന് വായിച്ച 3 ആയത്തുകളുടെ തുടക്കത്തിൽ നമ്മൾ കാണും. അപ്പൊ ബൈഅത്ത് റിദ്വാൻ സംബന്ധമായ അത് വളരെ സുപ്രധാനമായ ഇസ്ലാമിക ചരിത്രത്തിലെ വളരെ പ്രാധാന്യമുള്ള ഒരു സംഭവമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം അടിയുറച്ച് നിലകൊള്ളാം, ഒരു കാരണവശാലും പിന്തിരിഞ്ഞോടുകയില്ല
രംഗം വിട്ടോടുകയില്ല എന്ന വിധത്തിൽ അരിഞ്ഞു വീഴ്ത്തപ്പെടുകയാണെങ്കിൽ പോലും നിശ്ചയദാർഢ്യത്തോടുകൂടി നിലകൊള്ളും എന്ന വിധത്തിൽ അവരെല്ലാവരും തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രതിജ്ഞ ചെയ്യുകയാണ്. അദ്ദേഹത്തിന്റെ കൈ പിടിച്ചുകൊണ്ടാണ് അവർ പ്രതിജ്ഞ ചെയ്യുന്നത്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു മക്കയിലേക്ക് പ്രതിനിധിയായി നിയോഗിക്കപ്പെട്ടതിനെ തുടർന്ന് മക്കയിൽ വെച്ച് കൊല്ലപ്പെട്ടു എന്ന വാർത്ത പ്രചരിച്ച ഒരു ഘട്ടത്തിൽ അദ്ദേഹം തിരിച്ചു വരുന്നത് വളരെ നീണ്ടു പോകുന്ന, അല്ലെങ്കിൽ തിരിച്ചു വരുന്നതിന്റെ യാതൊരു ലക്ഷണവും കാണാതിരുന്ന ഒരു പ്രതിസന്ധി നിറഞ്ഞ ഘട്ടത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പൂർണ്ണമായി പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹത്തോടൊപ്പം സ്ഥൈര്യപൂർവ്വം നിലകൊള്ളും എന്ന നിലക്ക് എല്ലാവരും പ്രതിജ്ഞ ചെയ്യുന്ന ഈ സംഭവം അരങ്ങേറുന്നത്. ആ വളരെ അപകടകരമായ അവസ്ഥയിൽ ആയുധങ്ങളൊന്നുമില്ലാതെ ഇഹ്റാമിന്റെ വേഷത്തില് ഉംറ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് പുറപ്പെട്ട ആ സംഘം അങ്ങനെ ഒരു പ്രതിജ്ഞ ചെയ്യുന്നത് അവരുടെ അള്ളാഹുവിലുള്ള പൂർണ്ണമായ അർപ്പണത്തിന്റെ അടിസ്ഥാനത്തിലും അവരുടെ ഈമാന്റെ ബലത്തിലും ഒക്കെയാണ്. ഏതൊരാളും തന്നെ അങ്ങനെയുള്ള തീർത്തും വൾണറബിൾ ആയ അവസ്ഥയിൽ യാതൊരു വിധത്തിലുള്ള പ്രതിരോധവും ഇല്ലാതെ അവർ താമസിക്കുന്ന മദീനയിൽ നിന്ന് ഒരു 250 മൈലുകൾ അകലെയുള്ള ഒരിടത്ത് വെച്ച്, അതും അവർക്ക് നേരിടേണ്ടി വരുന്ന ഖുറൈശി ശത്രുക്കളുടെ ആസ്ഥാനങ്ങളിലേക്ക് ഒരു 10-13 കിലോമീറ്ററുകൾ മാത്രം ബാക്കിയുള്ള ഒരകലത്തിൽ വെച്ച് ഈ പ്രതിസന്ധി മറികടക്കാൻ സാധിക്കുന്നത് വരെ യാതൊരു വിധത്തിലുള്ള ചാഞ്ചല്യവും കാണിക്കാതെ അവർ നിലകൊള്ളും എന്ന് പ്രഖ്യാപിക്കുമ്പോൾ അത് അത്യസാധാരണമായ ഒരു ധൈര്യം, അതുപോലെ ഇച്ഛാശക്തിയൊക്കെ കാണിക്കലാണ്. അത് വളരെ സാഹസികവുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ ഉണ്ടായിരുന്നില്ലെങ്കിൽ അള്ളാഹുവിനെ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു പ്രയത്നമായിരുന്നില്ല അത് എങ്കിൽ ഒരിക്കലും തന്നെ അങ്ങനെ ഒരു സംഗതി ചെയ്യുന്നത് ബുദ്ധിപൂർവകമായിട്ട് ആർക്കും അനുഭവപ്പെടുകയില്ല. അങ്ങനെ ഒരു ആലോചനയില്ലാത്ത ഒരു പ്രവർത്തനത്തിലേക്ക് എടുത്തു ചാടാൻ സാധാരണഗതിയിൽ ആരും സന്നദ്ധരാവുകയുമില്ല. അത്രയും ഏറെ സങ്കീർണത നിറഞ്ഞ, അത്രയും ഏറെ പ്രതിസന്ധികൾ നിറഞ്ഞ ഒരു സന്ദർഭത്തിലാണ് എന്ത് തന്നെ വരികയാണെങ്കിലും, എന്ത് സാഹചര്യമാണ് രൂപപ്പെട്ടു വരുന്നതെങ്കിലും ദൃഢചിത്തതയോടുകൂടി ഉറച്ചു നിൽക്കുക തന്നെ ചെയ്യും എന്ന നിലക്ക് അവര് പ്രതിജ്ഞ ചെയ്യുന്നത്. ആ ഒരു പ്രതിജ്ഞ ഹുദൈബിയയിൽ വെച്ച് ഒരു വൃക്ഷത്തിന്റെ ചുവട്ടിൽ ഇരിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ ഒരു വൃക്ഷത്തിന്റെ ചുവട്ടിലായി അവര് ഒത്തുചേർന്ന സന്ദർഭത്തിലാണ് നിർവഹിക്കപ്പെടുന്നത്. ആ ഒരു കാര്യത്തെ പരാമർശിച്ചുകൊണ്ടാണ് അള്ളാഹു അവന്റെ തൃപ്തി അറിയിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ ഇവിടെ പങ്കുവെക്കുന്നത്. നമുക്ക് ഇന്ന് വായിച്ചു വെച്ച ആയത്തുകളുടെ പ്രാഥമികമായ സാരം ആദ്യം മനസ്സിലാക്കാം. ലഖദ് റളിയല്ലാഹു അനിൽ മുഅ്മിനീന, തീർച്ചയായിട്ടും സത്യവിശ്വാസികളിൽ അള്ളാഹു തൃപ്തിപ്പെട്ടവനായിരിക്കുന്നു, സംപ്രീതനായിരിക്കുന്നു എന്നാണ് ഇവിടെ പ്രഖ്യാപിക്കപ്പെടുന്നത്. ലഖദ് റളിയല്ലാഹു അനിൽ മുഅ്മിനീൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം അണിനിരന്ന സത്യവിശ്വാസികളുടെ ആ സംഘത്തെ പരാമർശിച്ചുകൊണ്ടാണ് അള്ളാഹു ഇവിടെ അത് പറയുന്നത്. ഈ റളിയല്ലാഹു എന്ന പ്രയോഗത്തിൽ നിന്നാണ് അതിനെ തുടർന്ന് അവിടെ ഉണ്ടായ ആ ബൈഅത്തിനെ ബൈഅത്തു റിദ്വാൻ എന്ന് പേര് നൽകപ്പെടാൻ സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. റിദ്വാൻ എന്ന വാക്ക് റളിയ എന്ന റൂട്ടിൽ നിന്ന് വരുന്നതാണ്. തൃപ്തി എന്നാണ് അതിന്റെ അർത്ഥം.
റളിയ എന്നത് അതിന്റെ ക്രിയാരൂപമാണ്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ അനുചരന്മാരെ അവരുടെ പേര് പരാമർശിക്കുമ്പോൾ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്നതിന്റെ ഒരു അടിത്തറയും ഇതാണ്. അള്ളാഹു ആ സമൂഹത്തെ അള്ളാഹുവിന്റെ പ്രവാചകന്റെ സുഹബത്ത് കൊണ്ട് സൗഭാഗ്യം സിദ്ധിച്ച ആ സമൂഹത്തിലെ മുഴുവൻ ആളുകളെയും അവരുടെ സമർപ്പണത്തിന്റെ കാര്യത്തിൽ അള്ളാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന കാര്യമാണ് ഇവിടെ അറിയിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് നമ്മൾ സഹാബിമാരിൽ ഒരാളുടെ പേര് പരാമർശിക്കപ്പെടുമ്പോൾ റളിയല്ലാഹു അൻഹു, അള്ളാഹു അദ്ദേഹത്തിൽ തൃപ്തിപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ തൃപ്തിപ്പെടട്ടെ എന്ന വിധത്തിലുള്ള ഒരു എക്സ്പ്രഷൻ അതിനോട് ചേർത്ത്, ആ പേരിനോട് ചേർത്ത് നമ്മൾ പറയുന്നത്. അള്ളാഹു തൃപ്തി അറിയിച്ച തരം ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് അദ്ദേഹം എന്ന നിലക്കാണ്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ അനുചരന്മാരെ അദ്ദേഹത്തിനോടൊപ്പം സുഹബത്ത് നേടിയ ആളുകളുടെ പേരുകളെ പരാമർശിക്കുമ്പോഴൊക്കെയും ഈ റളിയല്ലാഹു അൻഹു എന്ന് ചേർത്ത് പറയുക എന്നത് ഇസ്ലാമിക സമൂഹം നിലനിർത്തിപ്പോരുന്ന ഒരു കാര്യമാണ്. അള്ളാഹുവിന്റെ തൃപ്തിയാണ് അള്ളാഹു ഇവിടെ വളരെ വ്യക്തമായും അറിയിച്ചിട്ടുള്ളത്. അത് അംഗീകരിച്ചുകൊണ്ട് അവരെ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രാർത്ഥനാ വാചകമായിട്ട് നമുക്കതിനെ മനസ്സിലാക്കാം. ലഖദ് റളിയല്ലാഹു അനിൽ മുഅ്മിനീൻ, വിശ്വാസികളിൽ അള്ളാഹു സംപ്രീതനായിരിക്കുന്നു. ഒരു പ്രത്യേക സന്ദർഭത്തെ പരാമർശിച്ചുകൊണ്ടാണ് പറയുന്നത്. ഇത് യുബായൂനക തഹ്ത ശജറ, അവർ താങ്കളോട് വൃക്ഷത്തിന്റെ ചുവട്ടിൽ വെച്ച് പ്രതിജ്ഞ ചെയ്തപ്പോൾ എന്ന് അള്ളാഹു പ്രത്യേകം പറയാം. ആ ഒരു നടപടി കാരണമായി ഹുദൈബിയയില് ആ ഒരു പ്രത്യേക ഇടത്ത് ഒരു വൃക്ഷത്തിന്റെ ചുവട്ടിലായി അവര് താങ്കളോട് പ്രതിജ്ഞ ചെയ്ത ആ സന്ദർഭത്തില് ആ കാരണത്താൽ അള്ളാഹു അവരിലൊക്കെയും സംപ്രീതനായിരിക്കുന്നു എന്നാണ് ഇവിടെ അള്ളാഹു വ്യക്തമാക്കുന്നത്. ഇത് യുബായൂനക തഹ്ത ശജറ, വൃക്ഷത്തിന്റെ ചുവട്ടിലായിട്ട് അവര് താങ്കളോട് പ്രതിജ്ഞ ചെയ്തുവല്ലോ. ആ ഒരു കാരണത്താൽ, ആ ഒരു സന്ദർഭത്തിൽ, ആ ഒരു സംഭവത്തെ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹു അവരിൽ, ആ സത്യവിശ്വാസികളിൽ തൃപ്തനായിരിക്കുന്നു എന്ന കാര്യമാണ് ഇവിടെ അള്ളാഹു തന്റെ ദൂതനെ അറിയിക്കുന്നത്. ഫഅലിമ മാ ഫീ ഖുലൂബിഹിം, അപ്പൊ അള്ളാഹു തുടർന്ന് പറയുകയാണ്, ഫഅലിമ, അവൻ കൃത്യമായും മനസ്സിലാക്കിയിട്ടുണ്ട്, മാ ഫീ ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങളിൽ ഉണ്ടായിരുന്നത് എന്താണ് എന്ന്. അവരാരും തന്നെ ചാഞ്ചല്യത്തോടെയോ അല്ലെങ്കിൽ മനസ്സിൽ കാപ്പട്യമുള്ള വിധത്തിലോ അല്ലെങ്കിൽ പ്രതിബദ്ധത കാണിക്കാൻ സന്നദ്ധമല്ലാത്ത വിധത്തിലോ ഒന്നുമല്ല, അർപ്പണബോധത്തോടു കൂടി തന്നെയാണ് അവരുടെ ഹൃദയത്തിൽ പൂർണ്ണമായ വിധേയത്വവും കൂറും ഉള്ള വിധത്തിൽ തന്നെയാണ് ആ പ്രതിജ്ഞ നടത്താൻ സന്നദ്ധരായിട്ടുള്ളത്. അവരുടെ ഹൃദയത്തിൽ അത് സംബന്ധമായി ഉണ്ടായിരുന്ന നിലപാട് അള്ളാഹു ശരിക്കും അറിയുന്നുണ്ട്, അവൻ അറിഞ്ഞിട്ടുണ്ട്. ഫഅലിമ മാ ഫീ ഖുലൂബി, അത് അവരുടെ പ്രതിബദ്ധതയും സന്നദ്ധതയും മാത്രമല്ല, അവര് ഹൃദയങ്ങളിൽ അനുഭവിച്ചിരുന്ന ഉൾക്കിടിലവും ഭീതിയും അവരുടെ ആശങ്കയും ഈ വളരെ പ്രവചനാതീതമായ ഒരു സ്വഭാവത്തിലുള്ള ഈ യാത്ര ഏത് തലത്തിലേക്കാണ് നീങ്ങാൻ പോകുന്നത് എന്നതിനെ കുറിച്ചൊക്കെയുള്ള ഭയപ്പാടുകളൊക്കെ അവരുടെ ഹൃദയത്തില് ആ ഘട്ടത്തില് പ്രതിഫലനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് അവരുടെ ഹൃദയങ്ങളിൽ ഉള്ളതിനെ മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹു ഒരു കാര്യം ചെയ്ത സംഗതിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഫഅൻസല സകീനത അലൈഹിം, അവൻ അവരുടെ മേൽ ശാന്തി സമാധാനം ഇറക്കി കൊടുക്കുകയുണ്ടായി. അവരുടെ ഹൃദയങ്ങൾ ഭയചകിതമായിരുന്നു എന്ന കാര്യം അള്ളാഹുവിന് അറിയാം. അവര്
അതിന് വലിയ ഉത്കണ്ഠയോടെയും ആശങ്കയോടെയുമാണ് ആ സന്ദർഭത്തെ മനസ്സിലാക്കിയിരുന്നത് എന്നത് അവരുടെ ഹൃദയങ്ങളിൽ ഉള്ളതിനെ അറിയുന്ന അള്ളാഹുവിന് അറിയാം. അതിനാൽ ഫഅൻസല സകീനത അലൈഹിം, അവൻ അവരുടെ മേൽ ശാന്തി സമാധാനം ഇറക്കി കൊടുത്തു, ചൊരിഞ്ഞു കൊടുത്തു എന്ന് പറഞ്ഞാൽ അവരുടെ മനസ്സിനെ ശാന്തമാകാൻ അള്ളാഹു ഒരു സാഹചര്യം ഒരുക്കി കൊടുത്തു അവർക്കായിട്ട്. അല്ലാത്ത നിലക്കാണെങ്കിൽ അവര് വല്ലാത്ത പ്രക്ഷുബ്ധതയുള്ള മനസ്സിന്റെ ഉടമകളായിട്ടാണ് ആ ഘട്ടത്തിൽ ഉണ്ടാവുക. പക്ഷെ അവർക്ക് മനഃശാന്തിയോടുകൂടി മറഞ്ഞിരിക്കുന്ന ഭീഷണികളെ കുറിച്ചുള്ള ആശങ്കകളോ ഉത്കണ്ഠകളോ അവരെ വേട്ടയാടാത്ത വിധത്തില് മനസ്സമാധാനം അനുഭവിച്ചുകൊണ്ട് തന്നെയാണ് അവര് അള്ളാഹുവിന്റെ പ്രവാചകനോട് പ്രതിജ്ഞ ചെയ്യുകയുണ്ടായത്. അപ്പോ അസാബഹും ഫത്ഹൻ ഖരീബ, അങ്ങനെയാണ് അവൻ വളരെ സമീപസ്ഥമായ വളരെ അടുത്തു തന്നെയുള്ള ഒരു വിജയം അവർക്ക് നൽകുകയുണ്ടായത്. അത് വളരെ അകലെയായിട്ടുള്ള ഒരു വിജയമല്ല, വളരെ സമീപസ്ഥമായ ഒരു വിജയം തന്നെ അവർക്ക് അള്ളാഹു അതിനുള്ള സമ്മാനമായിട്ട് നൽകുകയുണ്ടായി. അസാബഹും എന്ന് പറഞ്ഞാൽ അവർക്ക് അവൻ സമ്മാനമായിട്ട് നൽകുകയും ചെയ്തു. എന്താണ് സമ്മാനമായിട്ട് നൽകിയിട്ടുള്ളത്? ഈ ബൈഅത്തുൽ റിദ്വാൻ നിർവഹിക്കാൻ സന്നദ്ധരായതിന്റെ പേരിൽ, ഹുദൈബിയ സന്ധി നേരിടാൻ അല്ലെങ്കിൽ ആ സന്ധിക്ക് അവർ പാകപ്പെട്ടതിന്റെ പേരിൽ അള്ളാഹു അവർക്ക് വളരെ ഉടനെ തന്നെ ഒരു സമ്മാനം നൽകുകയും ഉണ്ടായി. അത് ഫത്ഹൻ ഖരീബ, വളരെ സമീപസ്ഥമായ ഒരു വിജയമാണ് അള്ളാഹു അവർക്ക് സമ്മാനമായിട്ട് നൽകുകയുണ്ടായത്. അത് ഹുദൈബിയ സന്ധിയിൽ ഏർപ്പെടുക വഴി വന്നു ചേർന്ന സമ്മാനത്തെ കുറിച്ചാണ്, അല്ലെങ്കിൽ ആ വിജയത്തെ കുറിച്ചാണ് അള്ളാഹുവിടെ സമ്മാനം എന്ന നിലക്ക് പരാമർശിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാം. അതിനോട് ചേർത്ത് തുടർന്ന് അള്ളാഹു പറയുകയാണ്, വമഗാനിമ കസീറതൻ യഖുദൂനഹ, ധാരാളം യുദ്ധമുതലുകളും അത് അവര് പിടിച്ചെടുക്കുന്ന വിധത്തിലായിട്ട് അവർക്ക് കരഗതമാവുന്ന ധാരാളം യുദ്ധമുതലുകളും അള്ളാഹു അവർക്ക് നൽകുകയുണ്ടായി. അതും അള്ളാഹു നൽകിയ സമ്മാനമാണ്. ഈ ബൈഅത്തുൽ റിദ്വാനിൽ അവർ കാണിച്ച ആ പ്രതിബദ്ധതയും നിശ്ചയദാർഢ്യവും അതുപോലെ തിളക്കമാർന്ന അവരുടെ വിശ്വാസദാർഢ്യതയും ഇതൊക്കെ കാരണമായിട്ട് അള്ളാഹു അവർക്ക് നൽകിയ സമ്മാനമാണ് ആ ഉടനെ തന്നെ ഉണ്ടായ വിജയം. അതേപോലെ വളരെ കൂടിയ അളവിലുള്ള യുദ്ധാർജിത മുതലുകൾ, ഗനീമത്ത് സമ്പത്തുകൾ അവർക്ക് കരഗതമായി എന്നത്. യഖുദൂനഹ, അവര് എളുപ്പത്തിൽ അത് കരഗതമാക്കുകയായിരുന്നു, പിടിച്ചെടുക്കുകയായിരുന്നു. ആ വിധത്തിലുള്ള യുദ്ധമുതലുകളാണ് അവർക്ക് വന്നു ചേരുന്നത്. തുടർന്ന് അത് ഹുദൈബിയയിലെ കാര്യമല്ല പറയുന്നത്. ഹുദൈബിയ സന്ധി ഉണ്ടാക്കിയെടുത്ത ഒരു സാഹചര്യത്തിൽ ഖുറൈശികളുടെ ഭാഗത്തു നിന്നുള്ള ഭീഷണികൾ അടങ്ങിപ്പോയി അതിലൂടെ എന്നതിനാൽ അനുകൂലമായ ഒരു സാഹചര്യമായി വന്നപ്പോ ഖൈബറിലും അതുപോലെയുള്ള ഇന്നലെ പരാമർശിച്ച ചില ഇടങ്ങളിലൊക്കെ മുസ്ലിങ്ങൾ നടത്തിയ ചില യുദ്ധനീക്കങ്ങൾ, ആ യുദ്ധനീക്കങ്ങളിൽ അവർക്ക് വളരെ കൂടിയ അളവിലുള്ള യുദ്ധാർജിത മുതലുകളാണ് പിടിച്ചെടുക്കാൻ സാധിക്കുന്നത്. അതും ഈ നിശ്ചയദാർഢ്യത്തിന്, ഈ അവർ കാണിച്ച പ്രതിബദ്ധതക്ക്, അള്ളാഹുവിന്റെ തൃപ്തി നേടാൻ അവർക്ക് സാഹചര്യം ഒരുക്കിയ ആ ബൈഅത്തിന്റെ ഫലമായിട്ട് അള്ളാഹു നൽകിയിട്ടുള്ള സമ്മാനമായിട്ടാണ് ഇവിടെ അള്ളാഹു പരാമർശിക്കുന്നത്. ഇപ്പൊ മഗാനിമ കസീറതൻ യഖുദൂനഹ, അവര് പിടിച്ചെടുക്കുന്ന യുദ്ധാർജിത മുതലുകൾ തുടർന്നുള്ള നാളുകളിൽ അല്ലെങ്കിൽ സന്ദർഭങ്ങളിൽ എന്ന് പറയാം. വകാന അല്ലാഹു അസീസൻ ഹക്കീമ, നിശ്ചയമായിട്ടും അള്ളാഹു പ്രതാപമുടയവനും അജയ്യനും യുക്തിജ്ഞനുമാണ് എന്നതാണ് തുടർന്ന് അള്ളാഹു പറയുന്നത്. മുസ്ലിം സമൂഹത്തിന് അള്ളാഹു
ഈ ഹുദൈബിയ സന്ധിയും അതിന്റെ തൊട്ടു മുമ്പ് നടന്ന ബൈഅത്ത് റിദ്വാനും ഒക്കെ ആ പശ്ചാത്തലത്തിൽ അതിനെ തുടർന്ന് അവരിൽ സംപ്രീതനായിക്കൊണ്ട് തുടർന്നുള്ള ഘട്ടങ്ങളിൽ അള്ളാഹു ആ ഉടനെ ഉണ്ടായ വിജയത്തിന് പുറമെ തുടരെയുള്ള വിജയങ്ങളും അതിലൂടെ ധാരാളം യുദ്ധമുതലുകളും ഒക്കെ സമ്മാനമായി നൽകുകയുണ്ടായി എന്നാണ് ഇവിടെ അള്ളാഹു വ്യക്തമാക്കിയിട്ടുള്ളത്. അപ്പോ ഹുദൈബിയയിൽ ഖുറൈശികളുടെ ഭാഗത്തു നിന്നുള്ള ഭീഷണി അവസാനിപ്പിക്കാൻ സാധിച്ചു എന്നത്, അവരുടെ ഭാഗത്തു നിന്നുള്ള സകല ദ്രോഹങ്ങൾക്കും തടയിടാൻ സാധിച്ചു എന്നത് മറ്റു പല യുദ്ധ നീക്കങ്ങൾക്കും വളരെ സാഹചര്യമൊരുക്കി എളുപ്പമാക്കി എന്നതാണ് ശരി. തുടർന്നുണ്ടായ യുദ്ധ നീക്കങ്ങളിലൂടെ മുസ്ലിം സമൂഹം വർഷങ്ങളായിട്ട് അനുഭവിച്ചു വരുന്ന എല്ലാവിധ പരവശതകൾക്കും പരിഹാരമാകുന്ന വിധത്തില് വലിയ അളവിലുള്ള യുദ്ധമുതലുകളാണ് കൈവരുന്നത്. വിശേഷിച്ച് ഖൈബറില് അതിൽ പങ്കെടുത്തത് ഈ ബൈഅത്ത് റിദ്വാനിൽ പങ്കാളികളായ ആളുകൾ മാത്രമാണ്. അവർക്ക് മാത്രമാണ് ഖൈബറിലെ യുദ്ധമുതലുകൾ അർഹതയുള്ളത് എന്ന നിലക്കാണ് അവരെ മാത്രം യുദ്ധത്തിന് കൂടെ കൂട്ടുകയുണ്ടായത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈബർ യുദ്ധത്തിന്റെ തുടർന്ന് കരഗതമായ യുദ്ധമുതലുകളിൽ കുറച്ചൊക്കെ മറ്റു ചിലർക്കും നൽകിയിട്ടുള്ളതായി ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. വിശേഷിച്ച് എത്യോപ്യയിലേക്ക് നേരത്തെ മക്കയിൽ നിന്ന് ഹിജ്റ പോയിരുന്ന ആളുകൾ ആ ഘട്ടത്തിലാണ് മദീനയിലേക്ക് തിരികെ എത്തുന്നത്. അവരിൽ പലർക്കും അവരുടെ സാമ്പത്തിക പരാധീനതകൾ കാരണമായി അതിനുള്ള പരിഗണന കൊടുത്തുകൊണ്ട് ഈ ഖൈബറിലെ യുദ്ധമുതലുകളിൽ നിന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ നൽകുകയുണ്ടായിട്ടുണ്ട്. അത് മിക്കവാറും അത് ബൈത്തുൽ മാലിലേക്ക്, ഇസ്ലാമിക ഭരണകൂടത്തിന്റെ ട്രഷറിയിലേക്ക് വകയിരുത്തപ്പെടുന്ന വിഹിതത്തിൽ നിന്നാണ് നൽകപ്പെട്ടത് എന്നതാണ് ഒരു നിരീക്ഷണം. മറ്റൊന്ന്, ഈ ഖൈബർ പോരാട്ടത്തിനു വേണ്ടി പുറപ്പെട്ട ആ ബൈഅത്ത് റിദ്വാനിൽ പങ്കാളികളായിരുന്ന ആളുകളുടെ സമ്മതത്തോടു കൂടിയാണ് അവർക്കും ഒരു വിഹിതം നൽകുകയുണ്ടായത് എന്നൊക്കെ അതിനെ വിശകലനം ചെയ്യുന്ന ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ നാമമാത്രമായതാണ്. അതിലെ മുഖ്യമായ യുദ്ധമുതലുകൾ അതിൽ പങ്കാളികളായ ആളുകൾക്ക് തന്നെയാണ് നൽകപ്പെടുകയുണ്ടായിട്ടുള്ളത്. അപ്പൊ ധാരാളം യുദ്ധമുതലുകൾ നൽകുക വഴിയും അവര് എളുപ്പത്തില് പിടിച്ചെടുക്കുന്ന യുദ്ധമുതലുകൾ എന്ന നിലക്കും അവർക്ക് അള്ളാഹു സമ്മാനം നൽകുകയുണ്ടായി എന്നാണ് ഇവിടെ പറയുന്നത്. എന്നിട്ട് വക്കാൻ അള്ളാഹു അസീസൻ ഹക്കീമ, അള്ളാഹു ഈ ദുർബലരെ ആ വിധത്തിൽ ശക്തിപ്പെടുത്തുന്നതിന് കരുത്തുള്ള അജയ്യനാണ്. അതുപോലെ സാമ്പത്തികമായി രൂക്ഷമായ പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരുന്ന ആ ആളുകളെ ഈ വിധത്തിലൊക്കെ സഹായിക്കുക എന്നത് അള്ളാഹുവിന്റെ ഹിക്മത്തിന്റെ ഭാഗവുമാണ്. അള്ളാഹു അസീസും ഹക്കീമുമാണ് എന്നിവിടെ പറയുന്നതിന്റെ ഒരു അർത്ഥസൂചന അതാണ്. അള്ളാഹു അസീസും ഹക്കീമുമാണ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അജയ്യനുമാണ്, യുക്തിജ്ഞനുമാണ്. അള്ളാഹുവിന്റെ അജയ്യത, ആ വിജയങ്ങളുടെ ആ വിധത്തിലുള്ള ഒരു ചിത്രം സാധ്യമാക്കിയത് അള്ളാഹുവിന്റെ അജയ്യത കാരണമായിട്ടാണ്. അതുപോലെ ഈ ദരിദ്രരും ദുർബലരുമായി മാറിയിരുന്ന ആ സമൂഹത്തിന് സാമ്പത്തികമായ ഊർജം, കരുത്ത് ഒക്കെ പകരുന്ന വിധത്തില് യുദ്ധമുതലുകൾ അവർക്ക് ആർജിക്കാൻ സാധിച്ചു എന്നതും അള്ളാഹുവിന്റെ ഒരു ഹിക്മത്തോടു കൂടിയുള്ള യുക്തിജ്ഞൻ എന്ന നിലക്കുള്ള ചില നടപടികൾ കൊണ്ടാണ് യാഥാർത്ഥ്യമായിട്ടുള്ളത് എന്നതും നമുക്ക് മനസ്സിലാക്കാം. എന്നിട്ട് തുടർന്ന് അള്ളാഹു പറയുകയാണ്, വഅദക്കുമുല്ലാഹു, അള്ളാഹു നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നു. ഉണ്ടായത് മാത്രമല്ല, ഈ ഫതുഹുൻ ഖരീബ്, അതുപോലെ മഹാനിബ് കസീറത്ത് എന്നൊക്കെ പറഞ്ഞല്ലോ ഇവിടെ. അത് മാത്രമല്ല, അത് കൂടാതെയും അള്ളാഹു നിങ്ങൾക്കായിട്ട് വാഗ്ദാനം ചെയ്തിരിക്കുന്നു. വഅദക്കുമുല്ലാഹു മഹാനിമ കസീറത്തൻ,
ധാരാളം യുദ്ധാർജിത മുതലുകൾ നിങ്ങൾക്കായിട്ട് ഇത് അള്ളാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നു. അതിനി വരാനിരിക്കുന്നതാണ്. ഫുദൂനഹ, അത് നിങ്ങൾ പിടിച്ചെടുക്കും. ഫഅജ്ജല ലക്കും ഹാദി, എന്നാൽ ഇതൊരല്പം നേരത്തെയായിട്ട് ധൃതിയിൽ തന്നിരിക്കുകയാണ്. നിങ്ങൾ ഇനി തുടർന്നുള്ള മാസങ്ങളിൽ പല സംഭവങ്ങളിലുമായിട്ട് ധാരാളം യുദ്ധാർജിത മുതലുകൾ കരഗതമാക്കാൻ പോവുകയാണ്. അള്ളാഹുവിന്റെ സമ്മാനം എന്ന നിലക്ക് അത് നിങ്ങൾ എളുപ്പത്തില് ശത്രുക്കളിൽ നിന്ന് പിടിച്ചെടുക്കുന്ന വിധത്തിലാണ് ഉണ്ടാവുക. ഖുദൂനഹ എന്ന് പറയുന്നതിൽ അതിന്റെ ഒരു ഈസിനെസ് പ്രകടമാണ്. യുദ്ധാർജിത മുതലുകൾ എന്ന് പറയുന്നത് ഇപ്പോ സാധാരണഗതിയിൽ കൊടിയ യുദ്ധം നയിച്ചിട്ട് പലരും കൊല ചെയ്യപ്പെട്ട് പലരും മാരകമായ മുറിവേറ്റ് ആകെ അവശമാവുന്ന ഘട്ടത്തില് യുദ്ധം അവസാനിക്കുമ്പോൾ ലഭിക്കുന്ന ചില മുതലുകളാണ് സാധാരണഗതിയിൽ. പക്ഷെ ഇതങ്ങനെയല്ല. ഇത് ബദറിലും ഉഹദിലും ഖന്തഖിലും ഈ ഹുദൈബിയയിലുമൊക്കെ വിശ്വാസികൾ വളരെ ദൃഢചിത്തതയോടുകൂടി നിലക്കൊണ്ടതിന്റെ പ്രതിഫലമായിട്ട് അള്ളാഹു അവർക്ക് എളുപ്പത്തിൽ കിട്ടുന്ന വിധത്തില് യുദ്ധാർജിത മുതലുകൾ നൽകിയിരിക്കുന്നു, അത് വാഗ്ദാനം ചെയ്തിരിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. തഖുദൂനഹ, നിങ്ങൾ അതിനെ എളുപ്പത്തിൽ തന്നെ കരഗതമാക്കുന്നു. ഫഅജ്ജല ലക്കും മഹാദി, എന്നാൽ ഇത് അതൊക്കെ തുടരെ പിന്തുടർന്ന് ഈ സമയത്തിന് ശേഷമുള്ള ക്യാമ്പയിനുകളിൽ നിങ്ങൾക്ക് ലഭിക്കാനുള്ളതാണെങ്കിൽ ഇത് നിങ്ങൾക്ക് അവൻ ധൃതിയിലാക്കി തന്നിരിക്കുന്നു. ഫഅജ്ജല ലക്കും ഹാദി, അത് ഹുദൈബിയയിൽ ഉണ്ടായ നേട്ടം, അതിനെ തുടർന്ന് ഖൈബറിൽ ഉണ്ടായ നേട്ടവും അതിൽ നമുക്ക് മനസ്സിലാക്കാം. ഇത് ധൃതിയിൽ നിങ്ങൾക്ക് അള്ളാഹു ഒരുക്കി തന്നതാണ്. ബാക്കിയുള്ളതൊക്കെ അതിനെ തുടർന്ന് വരാനിരിക്കുന്നതാണ്. വകഫ ഐദിന്നാസി അൻകും, മാത്രവുമല്ല ജനങ്ങളുടെ കൈകളെ നിങ്ങളിൽ നിന്ന് അവൻ തടഞ്ഞു വെക്കുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ ഇപ്പോ ആർക്കും നിങ്ങളുടെ മേൽ കൈവെക്കാനുള്ള ധൈര്യമില്ലാതെയായി. മക്കയിലെ ആളുകള് ആ ഉടമ്പടിയിലൂടെ കെട്ടിയിട്ട വിധത്തിലായി. അവരെ പിന്തുണച്ചിരുന്ന ഗോത്രങ്ങൾക്ക് ഇപ്പോ ഈ വിശ്വാസികളുടെ സമൂഹത്തിനെതിരിൽ കൈപൊക്കാൻ കഴിയാത്ത, അതിനുള്ള ആർജവം നഷ്ടപ്പെട്ട പോലെയായി. അങ്ങനെ ജനങ്ങളുടെ കൈകൾ നിങ്ങൾക്കെതിരെ ഉയരുന്നതിൽ നിന്ന് തടയപ്പെടുകയും ചെയ്തു. വഖഫ ഐദിന്നാസി അൻകും, നിങ്ങളിൽ നിന്ന് ജനങ്ങളുടെ കൈകളെ അവൻ തടഞ്ഞു വെച്ചു. വലിതകൂന ആയതൻ ലിൽ മുഅ്മിനീന, എന്തിനാണ് ഇങ്ങനെ അള്ളാഹു ചെയ്തിട്ടുള്ളത്? ഈ സംഭവം തന്നെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു വലിയ എളിമയുള്ള ദൃഷ്ടാന്തമാവുന്നതിന് വേണ്ടിയാണ്. അള്ളാഹുവിന്റെ സഹായം ഈ വിധത്തിൽ പ്രത്യക്ഷത്തിൽ തന്നെ വരും എന്നത് അവർക്ക് ബോധ്യപ്പെട്ടുകൊണ്ട് അതൊരു ദൃഷ്ടാന്തമായി വിശ്വാസികൾക്ക് അനുഭവപ്പെടാൻ വേണ്ടിയാണ്. വയഹ്ദിയക്കും സിറാത്തൻ മുസ്തഖീമ, അവരെ ഏറ്റവും ഋജുവായ മാർഗത്തിലൂടെ നയിക്കുന്നതിന് വേണ്ടിയുമാണ്. ഭൗതിക കാര്യങ്ങളിൽ അവര് വിജയം വരെ എങ്ങനെ എത്തിച്ചേരണം, എങ്ങനെ ചെന്ന് ചേരണം, ഏതൊക്കെ വഴികളിലൂടെ എങ്ങനെ ലക്ഷ്യം വെച്ച് മുന്നേറണം എന്ന വിധത്തിൽ അല്ലാഹു അവർക്ക് കൃത്യമായി മാർഗദർശനം നൽകുന്നതിന് വേണ്ടി കൂടിയാണ് ഈ വിജയം അല്ലാഹു ഒരുക്കിയിട്ടുള്ളത്. വ ഉഖ്റ, ഇനി ഇതിനും പുറമെ ലം തഖ്ദിറു അലൈഹ, നിങ്ങൾക്ക് നേരത്തെ നിർവഹിക്കാൻ കഴിയുമായിരുന്നില്ലാത്ത, നിങ്ങൾക്ക് കരുത്തുണ്ടായിരുന്നില്ലാത്ത ചില കാര്യങ്ങളുണ്ട്. ചില ഗോത്രങ്ങളെയും സമൂഹങ്ങളെയും ഒക്കെ നേരിട്ട് ഒതുക്കുക എന്നത് നിങ്ങൾക്ക് നേരത്തെ അത്ര എളുപ്പമായിരുന്നില്ല. അങ്ങനെ നിങ്ങൾക്ക് നിർവഹിക്കാൻ കരുത്തുണ്ടായിരുന്നില്ലാത്ത ചില മേഖലകളിലും നിങ്ങൾക്ക് അവൻ വിജയം തന്നിരിക്കുന്നു. എങ്ങനെയാണ്? ഖദ് അഹാതല്ലാഹു ബിഹ, അള്ളാഹു അവരെ നാലുപാട് നിന്നുമായിട്ട് വലയം ചെയ്തു. നേരത്തെ അവർക്കുണ്ടായിരുന്ന സ്വാതന്ത്ര്യവും അതുപോലെ സഖ്യബന്ധങ്ങളും അതുപോലെ പോരാടാനുള്ള കരുത്തും പിൻബലവും ഒന്നും അവർക്ക് ഇപ്പോ ഇല്ലാണ്ടാകുന്ന വിധത്തിലുള്ള ചില സാഹചര്യങ്ങൾ അള്ളാഹു സൃഷ്ടിച്ചു. അങ്ങനെ ഈ ഗോത്രങ്ങളെ എല്ലാ നിലക്കും ദുർബലരാക്കുന്ന ചില നടപടികൾ അള്ളാഹുവിന്റെ ആസൂത്രണത്തിന്റെ ഭാഗമായിട്ട് അവിടെ സംജാതമായി.
അള്ളാഹു അവരെ എല്ലാ നിലക്കും വലയം ചെയ്തു. അങ്ങനെ അള്ളാഹു വലയം ചെയ്ത് ഒതുക്കി ഇട്ട ഒരു കൂട്ടരെ പോയി പിടികൂടുക എന്നത്, അല്ലെങ്കിൽ അവരെ കീഴ്പ്പെടുത്തുക എന്നത് പ്രയാസകരമായ ഒരു കാര്യമല്ല. അതാണ് അള്ളാഹു ഇവിടെ സൂചിപ്പിക്കുന്നത്. നിങ്ങൾക്ക് നേരത്തെ അചിന്ത്യമായിരുന്ന, സാധിക്കുമെന്ന ഒരു തോന്നല് പോലും ഉണ്ടായിരുന്നില്ലാത്ത വിധത്തിലുള്ള വിജയം നേടാൻ ചില സമൂഹങ്ങളുടെ മേൽ, ചില ഗോത്രങ്ങളുടെ മേൽ വിജയം നേടാൻ നിങ്ങൾക്ക് സാധിക്കുന്ന വിധത്തിലാണ് അള്ളാഹു കാര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് നേരത്തെ അത് ആലോചിക്കാൻ പോലും പറ്റുമായിരുന്നില്ല. ഹുദൈബിയ സന്ധിക്ക് മുമ്പ് ഈ പരാമർശിക്കപ്പെട്ട ഗോത്രങ്ങളുടെ നേരെയുള്ള സൈനിക നീക്കങ്ങളൊന്നും നടത്താൻ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിനുള്ള ആലോചന പോലും നടത്താൻ പറ്റുന്ന അവസ്ഥ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഹുദൈബിയയിലൂടെ മക്കയിലെ ഇസ്ലാമിന്റെ ശത്രുക്കളെ തളച്ചു കെട്ടിയതോടുകൂടി 10 വർഷത്തേക്ക് ഇനി അവര് യുദ്ധത്തിന് മുസ്ലിങ്ങൾക്കെതിരിൽ പുറപ്പെടുകയില്ല എന്ന ഒരു ഉപാധിയോടുകൂടി അവര് സന്ധിയിൽ ഏർപ്പെട്ടത് നിലക്ക് ആ ഭീഷണി ഇല്ലാത്ത, ഖുറൈശികളുടെ ഭാഗത്തു നിന്നുള്ള യാതൊരു ശല്യവും ഭീഷണിയും ഇല്ലാത്ത വിധത്തില് മദീനയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിലെ സമൂഹങ്ങളെ അവരുടെ നേരത്തെ തന്നെ അവർ അർഹിക്കുന്ന വിധത്തിലുള്ള ചില നടപടികളുണ്ട്. ആ നടപടികൾ പക്ഷേ നിർവഹിക്കാൻ വിശ്വാസികൾക്ക് കരുത്തുണ്ടായിരുന്നില്ല. ഇപ്പോ ഖുറൈശികൾ തളച്ചിടപ്പെട്ടതോടുകൂടി ഇവരെ കൈകാര്യം ചെയ്യാൻ മുസ്ലിങ്ങൾക്ക് എളുപ്പമായി. അവരുടെ പ്രദേശങ്ങളിൽ നിന്ന് അവരെ ഉപരോധിച്ചും അവരുമായി നേറ്റുമുട്ടിയും ഒക്കെ ധാരാളം യുദ്ധം മുതലുകൾ പിടിച്ചെടുക്കാൻ മുസ്ലിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യുന്നു. ഇതാണ് വരുന്ന ആളുകളിൽ സംഭവിക്കാനുള്ളത് എന്നാണ് അല്ലാഹു ഇവിടെ അറിയിക്കുന്നത്. ഇത് കഴിഞ്ഞ കാര്യങ്ങളെ കുറിച്ചല്ല, സംഭവിക്കാൻ തൊട്ടുടനെ വരുന്ന ആളുകളിൽ ഉണ്ടാകാൻ പോകുന്ന കാര്യങ്ങൾ അല്ലാഹു നേരത്തെ തന്നെ അറിയിക്കുകയാണ്. അങ്ങനെയുള്ള ചില വാഗ്ദാനങ്ങൾ നിങ്ങൾക്ക് അല്ലാഹു നൽകുന്നു എന്ന് പറഞ്ഞു. ലം തഖ്ദിറു അലൈഹ ഖദ് അഹാത്തല്ലാഹു ബിഹ. അല്ലാഹു അവരെ നാലുപാട് നിന്നുമായി വളഞ്ഞിരിക്കുകയാണ്, വലയം ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് അവരെ പിടികൂടാം. ഇനി അവരെ ഒരു ഭീഷണിയായിട്ട് കാണേണ്ടതില്ല. വകാന അല്ലാഹു അലാ കുല്ലി ശൈഇൻ ഖദീറ. നിശ്ചയമായിട്ടും അല്ലാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ്. ഇപ്പോ മുസ്ലിങ്ങള് നേടിയിരിക്കുന്ന ഹുദൈബിയയിലെ ബൈഅത്തുൽ റിദ്വാനിനെ തുടർന്നുള്ള വിജയം, പിന്നീട് തുടർന്നുള്ള മാസങ്ങളിലായിട്ട് മദീനയുടെ പ്രാന്തപ്രദേശങ്ങളിലായി പലയിടങ്ങളിലും വസിച്ചിരുന്ന ഗോത്രങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സൈനിക നീക്കം, അവര് പലരും കരാറ് ലംഘിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ തിരിഞ്ഞവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും സത്യവിശ്വാസികളോടും വഞ്ചന കാണിച്ചവരും ഒക്കെ. പക്ഷെ അവർക്കെതിരെയുള്ള ഒരു സൈനിക നീക്കം നടത്താൻ അതുവരെ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ ഖുറൈശികളെ തളച്ചിട്ട ഒരവസ്ഥയായതുകൊണ്ട് അള്ളാഹു ഇവരെ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ മുസ്ലിങ്ങൾക്ക് അവസരം ഉണ്ടാക്കി കൊടുത്തു. ധാരാളം യുദ്ധം മുതലുകൾ അതിലൂടെ അവർക്ക് കരഗതമാക്കാൻ സാധിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു നടപടി അള്ളാഹു സ്വീകരിച്ചത് അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനായതുകൊണ്ടാണ്. അതേപോലെ തന്നെ അവൻ അജയ്യനും യുക്തിമാനുമായതുകൊണ്ടുമാണ്. മുസ്ലിങ്ങൾക്ക് അങ്ങനെയുള്ള വിജയം ആ ഘട്ടത്തിൽ അനിവാര്യമായിരുന്നു. യുദ്ധാർജിത മുതലുകൾ ലഭിക്കുക എന്നത് അവർ നേരിട്ടുകൊണ്ടിരുന്ന പ്രതിസന്ധികളിൽ വളരെ അനിവാര്യമായിരുന്നതുമാണ് എന്നത് കാണാൻ സാധിക്കും. അപ്പോ നമ്മളിന്ന് വായിച്ചു വെച്ചിരിക്കുന്ന ഈ 3 ആയത്തുകളുടെ ആശയം ഞാൻ സൂചിപ്പിച്ച വിധത്തില് ഈ ആയത്തുകൾ വെളിപ്പെടുത്തിയ കാര്യങ്ങളാണ് നമ്മൾ ഇപ്പോ ചർച്ചയിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ചില കാര്യങ്ങൾ ഇതിനോട് ചേർത്ത് പറയേണ്ടത്, ഈ ബൈഅത്ത് റിദ്വാനിൽ പങ്കാളികളായ സത്യവിശ്വാസികളെ അള്ളാഹു അവരിൽ തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന നിലക്ക് ഇവിടെ അള്ളാഹു പ്രസ്താവിച്ചിരിക്കുകയാണല്ലോ. അതുകൊണ്ട് അവരെയൊക്കെയും പേരുകൾ പരാമർശിക്കുമ്പോൾ റളിയല്ലാഹു അൻഹു എന്ന് പറയല് ഇസ്ലാം അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മുസ്ലിം സമൂഹം നിലനിർത്തി പോരുന്ന ഒരു കാര്യവുമാണ്. അപ്പൊ അള്ളാഹു തൃപ്തിപ്പെട്ട ആളുകളെ അള്ളാഹു ഈ വിധത്തില് ആദരിക്കുകയും അംഗീകരിക്കുകയും ചെയ്ത ആളുകളെ ഇകഴ്ത്തി കാണിക്കുന്ന ഒരു
രീതി അല്ലെങ്കിൽ അവരെ ആക്ഷേപിച്ചുകൊണ്ട് സംസാരിക്കുന്ന രീതി ഇസ്ലാമിക സമൂഹത്തിന് ഒരിക്കലും ഭൂഷണമായ ഒരു കാര്യമല്ല എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ആളുകളിൽ അള്ളാഹുവിന്റെ തൃപ്തി അള്ളാഹുവിടെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പിൽക്കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിനെ തുടർന്നുണ്ടായ ചില അനിഷ്ട സംഭവ വികാസങ്ങളും സാഹചര്യങ്ങളും ഒക്കെ ഇസ്ലാമിക സമൂഹത്തിൽ സഹാബത്തിൽപ്പെട്ട പലരെയും മോശമാക്കി ചിത്രീകരിക്കാൻ പലരെയും പ്രേരിപ്പിച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷെ അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വളരെ വ്യാപ്തിയുള്ള ആഴത്തിലുള്ള തെറ്റിദ്ധാരണകളാണ് സമൂഹത്തിൽ നിലനിൽക്കുന്നത്. അങ്ങനെയുള്ള തെറ്റിദ്ധാരണകൾ കാരണമായിട്ടാണ് ഈ അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഈ അനുചരന്മാരെ, ഈ സഹാബത്തിന് അങ്ങനെ തെറ്റായ നിലക്ക്, മോശമായ നിലക്ക് പരാമർശിക്കാൻ അത്തരം ആളുകൾക്ക് കാരണമാവുന്നത്. അള്ളാഹു അവരെ മനസ്സിലാക്കിക്കൊണ്ട് അവരിൽ തൃപ്തി രേഖപ്പെടുത്തിയ കാര്യമാണ് ഖുർആൻ ഇവിടെ പറയുന്നത്. പിന്നീട് അവർ മോശക്കാരായി എന്ന് സങ്കല്പിക്കുന്നത് അള്ളാഹുവിന് വരുന്ന ആളുകളിൽ അവർ വഴിവിട്ടു പോകും എന്ന കാര്യം നേരത്തെ അറിയുമായിരുന്നില്ല എന്ന് സങ്കല്പിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള തെറ്റായ നടപടികളിലേക്കൊന്നും ആരും പോകാൻ പാടില്ല. സഹാബിമാരെ എല്ലാവരെയും ആദരിച്ചുകൊണ്ട് മാത്രമാണ് നമ്മൾ സംസാരിക്കാൻ പാടുള്ളത് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ ഈ സഹാബിമാരിൽ, ഈ മുഅ്മിനുകളിൽ അള്ളാഹു തൃപ്തിപ്പെട്ടവനായിരിക്കുന്നു എന്ന് പ്രത്യേകം അള്ളാഹുവോട് പറഞ്ഞിരിക്കുന്നത് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുകയാണ് വേണ്ടത്. അതുപോലെ ഈ വൃക്ഷം ഉണ്ടല്ലോ, ഈ ബൈഅത്ത് റിദ്വാൻ നടന്ന വൃക്ഷത്തിനെ കുറിച്ചുള്ള ഒരു പരാമർശം കാണാൻ കഴിയും. ആ വൃക്ഷത്തിന്റെ ചുവട്ടില് വെച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൂടെ ഉണ്ടായിരുന്ന എല്ലാ വിശ്വാസികളും ബൈഅത്ത് ചെയ്യുകയുണ്ടായത്. അതുകൊണ്ട് ആളുകൾ അവിടെ പിൽക്കാലത്ത് വന്ന് അവിടെ ഇരുന്ന് അവിടുന്ന് നമസ്കരിക്കുന്നൊക്കെ ഒരു പതിവുണ്ടായി എന്നും അതറിയാനിടയായപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ആ വൃക്ഷം വെട്ടിമാറ്റി എന്നൊക്കെയാണ്, അല്ലെങ്കിൽ വെട്ടിമാറ്റാൻ കൽപ്പിച്ചു എന്നൊക്കെയാണ് ചില രേഖകൾ വെളിപ്പെടുത്തുന്നത്. മറ്റൊരു സ്രോതസ് അനുസരിച്ച് ഏത് വൃക്ഷത്തിന്റെ ചുവട്ടിൽ വെച്ചാണ് ആ ബൈഅത്ത് റിദ്വാൻ ഉണ്ടായത് എന്നത്, ആ സംഭവം കഴിഞ്ഞ് ഈ ആയത്തുകൾ അവതരിക്കുന്നത് മടക്കയാത്രക്കിടയിലാണല്ലോ. അതുകൊണ്ട് തന്നെ ആ വൃക്ഷം പ്രത്യേകമായിട്ട് ആരും ശ്രദ്ധിച്ചിരുന്നില്ല. അവർക്ക് പിന്നീട് അത് ഏത് വൃക്ഷമായിരുന്നു എന്ന് തീർത്തു പറയാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ഉണ്ടായിരുന്നത് എന്നതും ഒരു റിപ്പോർട്ടിൽ കാണാം. എന്തായാലും ആ വൃക്ഷമാണ് എന്ന് സങ്കല്പിച്ചുകൊണ്ട് അതിനെന്തോ പുണ്യമുണ്ട് എന്ന നിലക്ക് അവിടെ പോയി ആരാധനകൾ അർപ്പിക്കുന്ന ഒരു രീതി പിൽക്കാലത്ത് അതിന്റെ പ്രവണത തുടങ്ങിയപ്പോ തന്നെ ആ വൃക്ഷത്തിനായിട്ട് പ്രത്യേകിച്ച് യാതൊരു പവിത്രതയും പുണ്യവും ഇല്ല എന്ന് ബോധ്യപ്പെടുത്തുന്ന വിധത്തില് ഉമർ റളിയല്ലാഹു അൻഹു ആ വൃക്ഷം മുറിച്ചു മാറ്റാൻ വേണ്ടി നിർദ്ദേശിച്ചതായിട്ട് ചരിത്ര രേഖകൾ വെളിപ്പെടുത്തുന്നുണ്ട്. അതുപോലെ ഈ തെളിഞ്ഞ വിജയം എന്ന വിധത്തിൽ ഇവിടെ ഹുദൈബിയ സന്ധിയെയാണ് പരാമർശിച്ചിട്ടുള്ളത്. പിൽക്കാലത്ത് വന്ന വിജയങ്ങളെയാണ്, ഖൈബർ പോലെയുള്ള വിജയങ്ങളെയാണ് തുടർന്ന് അവർക്ക് അള്ളാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്ന വലിയ വിജയങ്ങളും അതുപോലെ വലിയ ഞാമത്തുകളുമായിട്ട് പരാമർശിക്കപ്പെട്ടിട്ടുള്ളത്. ഇവിടെ തുടക്കത്തിൽ പരാമർശിച്ച വലിയ വിജയം ഹുദൈബിയ സന്ധി സാധിച്ചു എന്നത് തന്നെയാണ്. എല്ലാ നിലക്കും മക്കയിലെ ആളുകളെ, ഇസ്ലാമിന്റെ വിരോധികളായ ആളുകളെ അവരുടെ കൈകാലുകൾ വെട്ടിമുറിച്ചു മാറ്റിയ പോലെ ആക്കിയത് ഈ ഹുദൈബിയ സന്ധിയിലൂടെ. അതാണ് ഇവിടെ ഏറ്റവും വലിയ ഫത്ഹായിട്ട് അള്ളാഹു പരാമർശിച്ചിരിക്കുന്നത് എന്നത് കാണാൻ കഴിയും. അവർക്ക് അതിനെ തുടർന്ന് ആ സന്ധിയെ തുടർന്ന് പിന്നീട് മദീനയിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമൂഹത്തെ പിന്നീട് ഒരിക്കലും തന്നെ ആക്രമിക്കാൻ പറ്റിയിട്ടില്ല. ഈ ഘട്ടത്തിൽ തന്നെ മദീനയിൽ അവരുടെ കുടുംബങ്ങളൊക്കെ ഉണ്ടല്ലോ,
ആ കുടുംബങ്ങളെ ഏതെങ്കിലും നിലക്ക് യുദ്ധ സന്ദർഭത്തിൽ അവരെ ദ്രോഹിക്കുക, അവരെ ഭീഷണിപ്പെടുത്തുക പോലെയുള്ള സംഗതികളൊന്നും മക്കയിലെ ആളുകൾക്ക് സാധിച്ചിട്ടില്ല. എല്ലാ നിലക്കും മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് വിജയമായിരുന്നു എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുക. അതുപോലെ മക്ക വിജയത്തെയാണ് പരോക്ഷമായിട്ട് ഇവിടെ തുടർന്ന് സൂചിപ്പിച്ചിട്ടുള്ളത്. അത് വിജയത്തിന്റെ മേൽ വിജയമായിട്ട്, അതിന്റെ പൂർത്തീകരണമായിട്ട് മക്ക വിജയം ഉണ്ടായ കാര്യം. അപ്പോ അള്ളാഹു അതിന് ഇവിടെ നിങ്ങൾക്ക് നേരത്തെ കഴിയുമായിരുന്നില്ലാത്ത ചില സംഗതികൾ കൂടി നിങ്ങൾക്ക് സാഹചര്യം ഒരുക്കിയിരിക്കുകയാണെന്ന് പറഞ്ഞല്ലോ. നിങ്ങൾക്ക് അതിന് കരുത്തുണ്ടായിരുന്നില്ല നേരത്തെ, പക്ഷെ അള്ളാഹു അവരെ വലയം ചെയ്തു കഴിഞ്ഞു എന്ന് പറഞ്ഞിരിക്കുക. യഥാർത്ഥത്തിൽ അത് മക്ക വിജയം ഉൾപ്പെടെയുള്ളതിലേക്കുള്ള സൂചനയാണ്. മക്ക വിജയം നേരത്തെ മുസ്ലിങ്ങൾക്ക് അവരുടെ സങ്കല്പത്തിൽ പോലും ഉണ്ടായിരുന്നതല്ല. പക്ഷെ അള്ളാഹു അവരെ എല്ലാ നിലക്കും ദുർബലമാക്കി നിർത്തിക്കൊണ്ടാണ് മുസ്ലിങ്ങൾക്കത് സാധ്യമാക്കിയിട്ടുള്ളത്. അപ്പോ നേരത്തെ നിങ്ങൾക്ക് സാധിക്കുമായിരുന്നില്ലാത്ത ഒരു സംഗതി അള്ളാഹു അവരെ നാലുപാട് നിന്നുമായി വലയം ചെയ്തുകൊണ്ട് ഇപ്പോ നിങ്ങൾക്ക് സാധ്യമാക്കിയിരിക്കുന്നു എന്നാണ് അള്ളാഹുവിടെ സൂചിപ്പിക്കുന്നത്. ഈ ആയത്തുകൾ അവതരിച്ച് വർഷങ്ങൾക്കുള്ളിലാണ് മക്ക മുസ്ലിങ്ങൾ വിജയിച്ചടക്കുന്നത്. അത് മക്കയിലെ കുഫാറുകളെ, മുശ്രിക്കുകളെ, ഖുറൈശി സമൂഹത്തെ അള്ളാഹു എല്ലാ ഭാഗത്തു നിന്നുമായി വലയം ചെയ്ത് ഒതുക്കി നിർത്തിയത് കാരണമായിട്ടാണ് മുസ്ലിങ്ങൾക്ക് അത് സാധിക്കുകയുണ്ടായത് എന്നതാണ് സൂചിപ്പിക്കപ്പെട്ടിരിക്കുന്ന കാര്യം. ഇതൊക്കെയും തന്നെ ഹുദൈബിയ സന്ധിയുടെ ഫലമായിട്ട് കൈവന്ന നേട്ടങ്ങളായിട്ടാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നത്. അപ്പോ ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. സൂറത്തുൽ ഫത്ഹിലെ 18 മുതൽ 21 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ ഇന്ന് പഠന വിധേയമാക്കിയിട്ടുള്ളത്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.